നമസ്കാരം. പത്രസ്വാതന്ത്ര്യം സംരക്ഷിക്കുകയും ഇന്ത്യയിലെ പത്രങ്ങളുടെയും വാർത്താ ഏജൻസികളുടെയും നിലവാരം നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും എന്ന ലക്ഷ്യത്തോടുകൂടി പ്രസ് കൗൺസിൽ ആക്ട് നിലകൊള്ളുന്നു. ഇതേ ലക്ഷ്യത്തോടുകൂടി നിലകൊള്ളുന്ന ഒരു NGO ആണ് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ഇന്ത്യയുടെ അന്നത്തെ വൈസ്രോയി ലോർഡ് ലിറ്റൺ നിർദ്ദേശിച്ചതാണ് ഈ പ്രസ് ആക്ട് നിയമം. 1965 പ്രസ് കൗൺസിൽ ആക്ട് 1965 പ്രകാരം ആദ്യത്തെ പ്രസ് കമ്മീഷൻ്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ പത്രസ്വാതന്ത്ര്യം സംരക്ഷിക്കുക, ഇന്ത്യയിലെ പത്രങ്ങളുടെയും വാർത്താ ഏജൻസികളുടെയും നിലവാരം നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നീ ഇരട്ട ലക്ഷ്യങ്ങളോടെയാണ് പ്രസ് കൗൺസിൽ ആക്ട് ആദ്യമായി സ്ഥാപിതമായത്. ഇതേ ലക്ഷ്യങ്ങൾ നിലനിർത്താനാണ് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ നിലകൊള്ളുന്നത്. കൂടാതെ അന്തർദേശീയ മാധ്യമ സ്വാതന്ത്ര്യവും അവസരങ്ങളും സഹകരണങ്ങളും നിയമാനുസൃതമായി നിലനിർത്തി ആഗോളതലത്തിൽ ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തന രംഗത്ത് തൊഴിലവസരങ്ങളും സാധ്യതകളും മെച്ചപ്പെടുത്തുവാനാണ് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ നിലകൊള്ളുന്നത്. ശിവഗിരി മഠം സ്വാമി ബോധി തീർത്ഥ പുതിയ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സതീഷ് ഷെട്ട്മണ്ട് സെക്രട്ടറി ജനറലായും മറ്റ് 10 അംഗങ്ങൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ലെനിൻ കുമാർ, ജോൺസൺ A, നവാസ് A എന്നീ ബോർഡ് അംഗങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ മുഖ്യ അതിഥിയായിരുന്നു. ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിലിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളും മറ്റും ഉടൻ ഡൽഹിയിൽ ഉണ്ടാകുമെന്ന് സെക്രട്ടറി ജനറൽ സതീഷ് ഷെട്ട്മണ്ട് സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇന്ത്യൻ മാധ്യമപ്രവർത്തന രംഗത്ത് മാറ്റം അനിവാര്യമാണെന്നും മാധ്യമപ്രവർത്തകർക്ക് തൊഴിലവസരങ്ങളും ഉയർച്ചയും ഉണ്ടാകുമെന്ന് ആഗോളതലത്തിൽ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ മീഡിയ പ്രസ് ക്ലബ് അക്കാഡമി കൗൺസിൽ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി, ചെറിയൊരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എൻ്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, പ്രഷ്യസ് ലൈക്ക് മീ. വാർത്തകൾ തുടരും വരെ നന്ദി, നമസ്കാരം.